യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കരുതുന്ന ദൈവം. ബൈബിൾ എന്ന് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം 14 വാക്യം. ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. യഹോവ ഈരെ എന്ന വാക്കിന്റെ അർത്ഥം യഹോവ കരുതിക്കൊള്ളും. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം കരുതിയത് എങ്ങനെയെന്നാൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അബ്രഹാം ദൈവത്തെ ആരാധിച്ചു, അബ്രഹാം ദൈവത്തെ അനുസരിച്ചു, അബ്രഹാം ദൈവത്തെ ഭയപ്പെട്ടു. അബ്രഹാം ദൈവത്തെ അനുസരിച്ചത് എങ്ങനെയെന്നാൽ തന്റെ ഏകജാതനായ മകനെ മോറിയ ദേശത്ത് താൻ കൽപ്പിക്കുന്ന മലയിൽ ഹോമയാഗം കഴിക്കുവാൻ അരുളി ചെയ്യുന്നു. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി 2 ബാല്യക്കാരെയും ബാലനെയും കൂട്ടിക്കൊണ്ട് യാത്രയായി. 3 ദിവസത്തെ വഴിദൂരം ചെന്നപ്പോൾ യഹോവയായ ദൈവം കൽപ്പിച്ച മല ദൂരത്തു നിന്ന് കണ്ടു. അബ്രഹാം ബാല്യക്കാരോടെ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനുമായി അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. അബ്രഹാം ബാലന്റെ ചുമലിൽ വിറക് വെച്ചു. അബ്രഹാം കത്തിയും തീയുമെടുത്തു. ബാലൻ അപ്പനോട് തീയുമുണ്ട് വിറകുമുണ്ട്, ഹോമയാഗത്തിനുള്ള മൃഗം എവിടെയെന്ന് ചോദിച്ചു. യഹോവ കരുതിക്കൊള്ളും മകനെ എന്ന് പറഞ്ഞു. ഹോമയാഗം അർപ്പിക്കുന്ന സ്ഥലത്തെത്തി യാഗപീഠം ഉണ്ടാക്കി വിറകടുക്കി ബാലനെ കെട്ടി വിറകിന്മീതെ കിടത്തി. അബ്രഹാം കൈനീട്ടി ബാലനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ആകാശത്ത് നിന്ന് യഹോവയുടെ ദൂതൻ അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്, നീ നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായകൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്നു. അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്ന ആട്ടുകൊറ്റനെ കണ്ടു. ബാലന് പകരം ആട്ടുകൊറ്റനെ യാഗം കഴിച്ചു. അബ്രഹാമിന് വേണ്ടി കരുതിയ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. 1 പത്രോസ് 5:7 പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളാം. ഇന്ന് നാം നമ്മുടെ സകല ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇടുവാൻ അവൻ നമ്മളോട് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് പരിഹാരം തരുവാൻ അവൻ മതിയായവനാണ്. വചനം പറയുന്നു, നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താമെന്ന്. അതെ, വാക്ക് പറഞ്ഞ ദൈവം വാക്ക് മാറാത്തവനാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഫിലിപ്പിയർ 4:19 പറയുന്നു, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന്. അതെ, നമ്മുടെ ബുദ്ധിമുട്ടുകളെ തീർക്കാമെന്ന് വാക്ക് പറഞ്ഞ ഈ ദൈവം തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. അബ്രഹാം വിശ്വസിച്ചതുപോലെ നാം വിശ്വസിക്കുമെങ്കിൽ തീർച്ചയായിട്ടും 75-ാം വയസ്സിൽ വാഗ്ദത്തം കേട്ട അബ്രഹാം 100-ാമത്തെ വയസ്സിൽ ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അബ്രഹാം യഹോവയായ ദൈവം പറഞ്ഞത് അനുസരിച്ചു. അതെ, ഇന്ന് നാം ദൈവത്തെ അനുസരിക്കുകയും വാസ്തവമായി ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയും ദൈവത്തെ നാം ഭയപ്പെടുകയും ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ വരുന്ന വെല്ലുവിളികളെ പ്രയാസങ്ങളെ സകലത്തെയും അവൻ തീർത്തു തരിക തന്നെ ചെയ്യും. ഒരു വാക്ക് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഭാരത്താലോ പ്രയാസത്താലോ ബുദ്ധിമുട്ടിനാലോ ആയിരിക്കുന്നെങ്കിൽ അങ്ങയുടെ അദൃശ്യ കരം നീട്ടി സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ സകല പ്രശ്നത്തിനും പൂർണ്ണ വിടുതലിനെ കൊടുത്ത് പ്രിയപ്പെട്ടവരെ മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. വചനങ്ങളാൽ ദൈവം നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.